നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകൾ തള്ളി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി ആക്ഷേപം. സംഭവത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യം. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട എഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കാനാകില്ലെന്ന് സിപിഐ നേതാവ് VS സുനിൽകുമാർ. പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്ന് സുനിൽകുമാർ. ഡെങ്കിപ്പനി കേസുകളിൽ വൻ വർധന. സ്വയം ചികിത്സ പാടില്ലെന്നും ജാഗ്രത വേണമെന്നും ആരോഗ്യ വിഭാഗം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ജില്ലയിൽ. അഴീക്കുടൻ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം തേക്കിൻകാട് മൈതാനിയിൽ വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ അതിഥി തൊഴിലാളിയുടെ ഭാര്യയോട് ശുചീകരണ തൊഴിലാളിയുടെ സുഹൃത്ത് അപമര്യാദയായി പെരുമാറിയതായി പരാതി. ശുചീകരണ തൊഴിലാളിക്കും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ 2 പേർക്കും നഗരസഭ നോട്ടീസ് നൽകി. തെക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടിയിൽ ഉത്സവം നടന്നു. മുരളി പെരുന്നള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ആയുർവേദ ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ നടന്നു. റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. പാവർട്ടി വിളക്കാട്ടുപാടം ദേവസൂരിയിൽ കുട്ടികൾക്കായി സൗജന്യ നീന്തൽ പരിശീലന ക്ലാസ് ആരംഭിച്ചു. ഇളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ ഭാഗമായി തൃശൂർ സബ് കളക്ടറേറ്റ് മെയിന്റനൻസ് ട്രിബ്യൂണലിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. അനീഷ് ടിയയുടെ എൻ നേരം തുടങ്ങിയ എന്ന പുസ്തകം തൃശൂരിൽ പ്രകാശനം ചെയ്തു. എഴുത്തുകാരൻ VG തമ്പി പുസ്തകം പ്രകാശനം ചെയ്തു. വിദ്യാർത്ഥികളോട് കരുതൽ കാണിക്കുന്ന സ്വകാര്യ ബസ് ജീവനക്കാരെ ഉൾപ്പെടുത്തി ഓണാഘോഷം. തൃശൂർ കുന്നംകുളം റൂട്ടിലോടുന്ന ബെൻവിൻ ട്രാവൽസ്, വത്സൻ ട്രാവൽസ് ബസ്സുകളിലെ ജീവനക്കാരെയാണ് കേച്ചേരിയിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ആദരിച്ചത്. വെള്ളാറ്റഞ്ഞൂർ പരിശുദ്ധ ഫാത്തിമ മാതാ ദേവാലയം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് സന്ദർശിച്ചു. ഇടവക വികാരി ഫാദർ സൈമൺ തേർമഠം, കൈക്കാരന്മാരായ ജോസ് പുറത്തൂർ, റിൻസൺ മുരിങ്ങാത്തേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷത്തിന്റെ ഭാഗമായി കൊടകര കണ്ടംകുളങ്ങര തെക്കുമുറി സമുദായത്തിന്റെ ആഭിമുഖ്യത്തിൽ വനിതകളുടെ ഓണം കളി മത്സരം സംഘടിപ്പിച്ചു. ശബരിമല മുൻ മേൽശാന്തി അഴകത്ത് മനക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. കനറ ബാങ്ക് ജീവനക്കാരുടെ കുടുംബസംഗമം നടന്നു. യുവകവി സോബിൻ മഴവീട് ഉദ്ഘാടനം ചെയ്തു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ വയോജന വിഭാഗമായ മജ്ലിസ് അൻസാറുള്ള തൃശൂർ പാലക്കാട് ഘടകത്തിന്റെ നേതൃത്വത്തിൽ ലോക സമാധാന ദിനം ആചരിച്ചു. H സുലൈമാൻ, ഹബാബിബുള്ള എന്നിവർ നേതൃത്വം നൽകി. വന്യജീവി ആക്രമണം മൂലം മരിക്കുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും എണ്ണമേറുന്നു. കാട്ടാനകൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ ഫലപ്രദമായ മാർഗങ്ങളില്ല. വാഹനങ്ങളിൽ തീവ്രതയേറിയ ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് മൂലമുള്ള അപകടമേറുന്നു. പരിശോധന നടത്താതെ അധികൃതർ കണ്ണടക്കുകയാണെന്ന് ആക്ഷേപം. ചേലൂരിൽ 2 വയസ്സുകാരി കാറിടിച്ചു മരിച്ചു. ചേലൂർ മണാത്ത് ബിനോയുടെയും ജിനിയുടെയും മകൾ ഐറിനാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജൂഡോ മത്സരത്തിൽ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി സാൻഡ്ര ഐറിന് വെള്ളി മെഡൽ. 40 കിലോഗ്രാം വിഭാഗത്തിലാണ് മത്സരിച്ചത്. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല ഒരുക്കി. ആദിത്യ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭയുടെ ബയോ പാർക്ക് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ ബയോ പാർക്ക് ഉദ്ഘാടനം നിശ്ചയിച്ചത് സ്ഥലം MP ആയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സൌകര്യം പരിഗണിക്കാതെയെന്ന് BJP. ഉദ്ഘാടന തീയതിയും സമയവും തങ്ങളുടെ സൌകര്യമനുസരിച്ച് നിശ്ചയിച്ച ശേഷമാണ് നഗരസഭ സുരേഷ് ഗോപിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചതെന്ന് ആക്ഷേപം. പഴഞ്ഞി അരുവായി ഭഗവതി ക്ഷേത്രത്തിൽ തൃശൂർ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബോധിക്ക് ഭിക്ഷയും വെച്ച് നമസ്കാരവും നടത്തി. ക്ഷേത്ര മേൽശാന്തി വേണാട് ശിവപ്രസാദ് നമ്പൂതിരി, ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് KG ഗിരീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
അമല മെഡിക്കൽ കോളേജ് റൂറൽ ഹെൽത്ത് കെയറിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വേലൂർ പഞ്ചായത്തിൽ കമ്മ്യൂണിറ്റി വെൽഫെയർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം പോർക്കളങ്ങാട് ഗ്രാമീണ വായനശാല സപ്തതി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ആറാട്ടുപുഴ മന്ദാരംകടവ് ശിവരാത്രി ആഘോഷ സമിതി പുതുതായി വാങ്ങിയ ആംബുലൻസിന്റെ ഉദ്ഘാടനവും വിദ്യാർത്ഥികളെ ആദരിക്കലും നടന്നു. ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ സെക്രട്ടറി എം.ബി. വിനോദ് ഉദ്ഘാടനം ചെയ്തു. KSU വേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.